നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് സ്ത്രീകളെ ഉപയോഗിച്ച് കാറിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വിരാജ്പേട്ട സ്വദേശി AK ആബിദിനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് വർക്കാടി KCB ഓഫീസിൽ കയറി യുവാവിന്റെ നഗ്നതാ പ്രദർശനം. ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്തു മാറ്റിയതായും സ്റ്റാഫുകളെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചതായും പരാതി. കാട് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടത് നിറഞ്ഞ മദ്യക്കുപ്പികൾ. പടന്നയിലാണ് സംഭവം. മദ്യം പിന്നീട് ഒഴുക്കിക്കളഞ്ഞു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. KSBU CITU കാസർഗോഡ് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം 22-23 തീയതികളിൽ. അഗ്നികണ്ഠാകർണൻ തെയ്യത്തിന്റെ പുറപ്പാട് 23-ന് പുലർച്ചെ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് സ്ത്രീകളെ ഉപയോഗിച്ച് കാറിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സംഘത്തിന് MDMA കൈമാറിയ കർണാടക വിരാജ്പേട്ടയിലെ AK ആബിദിനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. കാസർഗോഡ് ആദൂർ മഞ്ചക്കലിൽ കാറിൽ കടത്തുകയായിരുന്ന 100 ഗ്രാം MDMAയുമായി 2 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായ സംഭവത്തിൽ മയക്കുമരുന്ന് കൈമാറിയ മുഖ്യ കണ്ണി അറസ്റ്റിൽ. കർണാടക കുടക് വിരാജ്പേട്ടയിലെ AK ആബിദാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിലടക്കം നിരവധി കേസുകളുള്ള ആബിദിനെ ആദൂർ SI K വിനോദ് കുമാറും സംഘവും വിരാജ്പേട്ടയിലെത്തിയാണ് പിടികൂടിയത്. ഇതോടെ ഏകദേശം 6 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന MDMA പിടിച്ചെടുത്ത സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് സഹദ്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PM ഷാനവാസ്, ഭാര്യ ഷെരീഫ, മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ PM ഷുഹൈബ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. ജനുവരി 13-ന് പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ കാറിനെ വെള്ളിപ്പാടി റോഡ് ജംഗ്ഷനിൽ വെച്ച് പോലീസ് വാഹനം കുറുകെയിട്ട് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ 100.76 ഗ്രാം MDMA കണ്ടെത്തിയത്. കാറിൽ നിന്നും അന്ന് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൈമാറിയത് ആബിദാണെന്ന് മനസ്സിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. അറസ്റ്റിലായ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വർക്കാടി KCB ഓഫീസിൽ കയറി യുവാവിൻ്റെ നഗ്നതാ പ്രദർശനം. ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്തു മാറ്റി ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും സ്റ്റാഫുകളെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചതായും പരാതി. യുവാവ് KCB ഓഫീസിന് മുന്നിൽ കാണിച്ച പരാക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതെങ്ങനെ അടുക്കി ഇതാ ഇതെ കാണിക്കുക കട്ട് കാണിക്കും ഇമ്മാതായിട്ടുണ്ട് നല്ല അമ്പിയെന്ന് എന്നെ പൊണ്ണു തരാൻ പറ്റ K ജയരാജാക്കി എന്റെ പേരാ സുമലവസ്ഥ നിങ്ങൾക്ക് എന്തറിയാ. കാസർഗോഡ് മഞ്ചേശ്വരം വർക്കാടിയിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ മദ്യലഹരിയിൽ അതിക്രമിച്ചു കയറി നഗ്നതാ പ്രദർശനം നടത്തി യുവാവിൻ്റെ പരാക്രമം. സംഭവത്തിൽ വർക്കാടി സെക്ഷൻ എഞ്ചിനീയർ MP സന്ദീപിന്റെ പരാതിയിൽ കരാർ ജീവനക്കാരനായ ജയരാജ് എന്നയാൾക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. മദ്യലഹരിയിൽ ഓഫീസിലെത്തിയ കരാർ ജീവനക്കാരനായ ജയരാജ് തന്നെയും സ്റ്റാഫുകളെയും അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി സെക്ഷൻ എഞ്ചിനീയർ നൽകിയ പരാതിയിൽ പറയുന്നു. കൂടാതെ ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്തുമാറ്റി ഉപകരണങ്ങൾക്ക് കേടുവരുത്തിയതായും പരാതിയുണ്ട്. യുവാവ് KCB ഓഫീസിന് മുന്നിൽ കാണിച്ച പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തറിയാ ബുദ്ധിയില്ല, ഇയാൾക്ക് ഇവിടെ വന്ന് വെള്ളം അടിച്ചിട്ട് ഈ ഓഫീസിലെ സാധനങ്ങളൊക്കെ വാരി എറിയാൻ അല്ല ഇവിടെ ഓഫീസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? ആ CUG ഫോണും അവിടെ നിന്ന് റിമോട്ടും എല്ലാം എടുത്ത് വാരി എറിഞ്ഞ്
ഇവിടെ ലാൻഡ് ഫോൺ വെച്ചേക്കുന്നത് ഇവിടെ കൺസ്യൂമർക്ക് വിളിക്കാണ്. നിങ്ങൾക്ക് ഊരി ഇതിന്റെ വയറെല്ലാം കട്ട് ചെയ്ത് കളയാനുള്ളതല്ല. പറഞ്ഞു കേട്ടോ. കേസ് കൊടുക്കാം. നിങ്ങൾ ആങ്കർ നിങ്ങൾക്ക് എങ്ങനെ റൂൾസ് ഞാൻ കാണിക്കാം. നാളെ യൂറോസല്ലേ 10 രൂപ അടിച്ച് ചോദിക്കാം. നിങ്ങൾ 5 മണി ഇവിടെ കണ്ട് കാണിക്കും. ആരെ എന്നെ അടിക്കും. പിന്നെ നിങ്ങൾ കേസല്ല അതും പിന്നെ വീണ്ടും ചാൻസ് കൊടുക്കാം. പിന്നെ എന്റെ നിങ്ങൾ ജിമ്മിക്ക് വിട്ടത് നിങ്ങൾക്ക് നാളെ പട്ടാളക്കാരും നാളെ ഇത് ഗതിയിലാണ് കഴിയും. വീണ്ടും ചാൻസ് കൊടുക്കുന്നതാ. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം മദ്യലഹരിയിലെത്തുന്ന യുവാവ് വൈദ്യുതി ഓഫീസിന് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ മോശമായി പെരുമാറാറുണ്ടെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പടന്നയിൽ കാട് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയത് 1 ഡസനിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യക്കുപ്പികൾ. പോലീസിൽ വിവരം നൽകിയ ശേഷം കുപ്പികളിലെ മദ്യം മുഴുവൻ തൊഴിലാളികൾ ഒഴുക്കിക്കളഞ്ഞു. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കാന്തിലോട്ടാണ് സംഭവം. സ്വകാര്യ സ്കൂളിന് സമീപത്തെ പണി പൂർത്തിയാകാത്ത വീട്ടുവളപ്പിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ബുധനാഴ്ച രാവിലെ കാട് വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമിട്ടത്. വള്ളിപ്പടർപ്പുകൾ വെട്ടി നീക്കിയപ്പോഴാണ് നിരവധി കുപ്പികളിൽ മദ്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടത്. പല കുപ്പികളും പൊട്ടിച്ച് ചെറിയ കുപ്പികളിൽ നിറച്ചുവെച്ചതായും ഇവർ കണ്ടു. ചന്തേര പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസുകാരും സ്ഥലത്തെത്തി. തുടർന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് നിറഞ്ഞ മദ്യക്കുപ്പികളുടെ അടപ്പുകൾ പൊട്ടിച്ച് മദ്യം പൂർണ്ണമായും നിലത്തൊഴിച്ച് നശിപ്പിച്ചത്. സന്ധ്യ മയങ്ങിയാൽ കാന്തിലോട്ട് തോട്ടുകര പാലം പരിസരങ്ങളിൽ ലഹരി തേടി അപരിചിതർ നിരവധി എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 5 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക. ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. കാസർഗോട്ടെ പ്രശസ്ത ക്ഷേത്രമായ ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വാർഷിക മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 5 ദിവസങ്ങളിലായാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ ഉഷപൂജ, ഗണപതി ഹോമം എന്നിവ നടന്നു. തുടർന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥന, കൊടിയേറ്റം ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് മഹാപൂജ, ഉത്സവ ബലി, പ്രസാദ വിതരണം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. ഉത്സവം 23-ന് സമാപിക്കും. ഉത്സവത്തിൻ്റെ ആദ്യ ദിനം തന്നെ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഉത്സവത്തിൻ്റെ ഭാഗമായി ഇത്തവണ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും കാസർഗോഡ് ചിറക് കൂട്ടായ്മയും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ആതുര സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ഹിദായത്ത് നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് വീൽ ചെയറുകളുടെ വിതരണം നിർവഹിച്ചു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും കാസർഗോഡ് ചിറക് കൂട്ടായ്മയും സംയുക്തമായി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്കും കുട്ടികൾക്കും വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ഹിദായത്ത് നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷൻ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് വീൽ ചെയറുകളുടെ വിതരണം നിർവഹിച്ചു. പല മാർഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ മതങ്ങളും ഓരോരോ രീതിയിലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതെന്ന് മാത്രം. അപ്പോൾ മനുഷ്യൻ എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പര സ്നേഹവും സഹോദര സ്നേഹവും സേവനം ചെയ്യാനുള്ള മനോഭാവവും മറ്റുള്ളവരുടെ
ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരോട് എംപതൈസ് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനുഷ്യരായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചില അവസ്ഥകളിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏറ്റവും ചെറിയ ഒരു എത്രയും ദുർബലരാണ് മനുഷ്യരെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് പലർക്കും ചിറകില്ലാത്തൊരവസ്ഥ വരും. നമുക്ക് ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് ചിറക് വെച്ച് പറക്കാൻ പറ്റുന്ന ഒരു പ്രാപ്തരാക്കാനുള്ള വഴികളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്നത്. ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാഫർ അലി മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത്, ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ മുഹമ്മദ് എന്നെ, പ്രഗതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൽ ഉദയകുമാർ, ഷഫീഖ് ആവിക്കൽ, ഉല്ലാസ് കാസർഗോഡ് എന്നിവർ സംസാരിച്ചു. വിവിധ ആതുര സ്ഥാപനങ്ങളുടെ മേധാവികൾ വീൽചെയറുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSBU CITU കാസർഗോഡ് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ഏരിയ സമ്മേളനം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സിറ്റി ടവർ ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം മുടി സംസ്കരിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ നിങ്ങളെല്ലാം പൈസ കൊടുത്തിട്ടാണ്, പ്രൈവറ്റ് ആൾക്കാരെ കയ്യിൽ കൊടുത്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. എല്ലാം വേസ്റ്റ് സാധനങ്ങളെല്ലാം പ്രൈവറ്റായിട്ട് ഫീസ് കൊടുത്തു, നിങ്ങളെല്ലാം ഫീസ് കൊടുക്കുന്നു, ഫീസ് കൊടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഈ സംഘടനയുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ആ ജോലി ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങളുണ്ടാവും, വേസ്റ്റ് സാധനങ്ങളുണ്ടാവും. അത് അതെടുക്കാൻ, അത് കൊണ്ടുപോകാൻ ഒരു ഫീസും കൊടുക്കാതെ ഗവൺമെൻറ് തയ്യാറാവണം. കാരണം ഗവൺമെൻറ് തയ്യാറായി കൊണ്ടുപോയാൽ മാത്രമേ അത് വേണ്ട രീതിയിൽ സംസ്കരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് അതിനെ ചെയ്യാൻ വേണ്ടി കഴിയൂ. സനീഷ് കുറുഞ്ചേരി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ശിവദാസ്, CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി താഹിറ കാസർഗോഡിനെ പ്രസിഡന്റായും അബ്ദുൾ ജലീലിനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഒരുക്കി. നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയപറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 22, 23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 23 പുലർച്ചെ 4 മണിക്ക് അഗ്നികണ്ഠാകർണൻ തെയ്യത്തിൻ്റെ പുറപ്പാട് നടക്കും. കളിയാട്ട മഹോത്സവം മാർച്ച് 22 വൈകുന്നേരം 5 മണിക്ക് തുടങ്ങും. തുടർന്ന് പൊട്ടൻ ദൈവം, കുട്ടിച്ചാത്തൻ, ഭൈരവൻ, കുറത്തി, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തോറ്റങ്ങളുടെ പുറപ്പാട് നടക്കും. രാത്രി 8 മണിക്ക് അഗ്നികണ്ഠാകർണൻ്റെ വെള്ളാട്ടവും 9 മണിക്ക് കന്നുവീട് കടപ്പുറം എരമത്ത് തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളോടെയും മുത്തുക്കുടകളുടെയും ബാലികമാരുടെയും അകമ്പടിയിൽ തിരുമുൽ കാഴ്ച. രാത്രി 10 മണിക്ക് സ്പ്രിംഗ് ഡാൻസർ കാലിക്കറ്റ് സൂപ്പർ ബാൻഡിൻ്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. മാർച്ച് 23 പുലർച്ചെ 3 മണി മുതൽ പൊട്ടൻ ദൈവം, കുട്ടിച്ചാത്തൻ എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട്. 4 മണിക്ക് അഗ്നികണ്ഠാകർണൻ്റെ പുറപ്പാട്. രാവിലെ മുതൽ ഭൈരവൻ, കുറത്തി, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്രത്തിൽ അന്നദാനം. വൈകുന്നേരം 4 മണിക്ക് അഗ്നികണ്ഠാകർണൻ്റെ തർപ്പണത്തോടെ 2 ദിവസത്തെ കളിയാട്ടത്തിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. K. വാമനൻ, KV രാമചന്ദ്രൻ, KV കുഞ്ഞികൃഷ്ണൻ, C. ദേവരാജൻ, KV കരുണാകരൻ, KV പത്മനാഭൻ, T. ഗംഗലാക്ഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് കാസർഗോഡ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. പുലിക്കുന്നിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡിന് ഒരുമയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും നിറവേകി പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പുലിക്കുന്നിലായിരുന്നു ഇഫ്താർ സംഗമം നടത്തിയത്. സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ യൂണിയൻ പ്രതിനിധികളായ ഉമേശൻ, കലീൽ പടിഞ്ഞാർ, അബൂബക്കർ തുരുത്തി, രാമൻ എന്നിവർ സംസാരിച്ചു. സ്നേഹമാണ് മാനവൻ്റെ
ഐക്യവും സ്നേഹവുമാണ് എല്ലാറ്റിനും വലുത്. നമുക്ക് മതങ്ങളോ ജാതിയോ രാഷ്ട്രീയമോ അതിനപ്പുറമുള്ളതൊന്നുമല്ല. അതിനേക്കാളും ഏറ്റവും വലുത് മാനവികതയാണ്. ഇന്ന് പിന്നെ പലയിടത്തും പല സംഘടനകളും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുന്ന ഒരു രീതി ചിലയിടത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിപരീതമായി ഒരു സൗഹൃദം എല്ലാവരെയും ഒത്തുചേർന്ന് കൊണ്ട് നടത്തിയ ഈ പരിപാടി പുഞ്ചിരി ഓട്ടോ ഫ്രണ്ട്സ് പ്രസിഡന്റ് ഖലീൽ തളങ്കര, സെക്രട്ടറി സുനിൽകുമാർ ചാത്തപ്പാടി, വൈസ് പ്രസിഡന്റുമാരായ നവീൻ, കുമാർ മാന്യ, ജോയിന്റ് സെക്രട്ടറി വിജയൻ പരവനടുക്കം, ഖാദർ ദേളി, നാരായണൻ വെള്ളൂരടുക്ക, രവി മേൽപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ NP രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനവും മാർച്ച് 20 നടക്കും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ NP രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനവും നടക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ താക്കോൽദാനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും നടത്തും. അഡ്വക്കേറ്റ് KK നാരായണൻ ഡോക്ടർ NP രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. 15 വർഷത്തോളമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുക്കും മൂലയിലും 365 ദിവസവും പാവപ്പെട്ട രോഗികൾക്ക്, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമായി വിളിച്ചാലെത്തുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിരാമൻ നായർ, വൈസ് പ്രസിഡന്റ് PV ബാലൻ, സെക്രട്ടറി ജോഷിമോൻ KT, രക്ഷാധികാരി പത്മനാഭൻ T, ട്രഷറർ CA പീറ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ N സുരേഷ്, ഗോകുലാനന്ദൻ മോനാച്ച എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുമുൽക്കാഴ്ച സമർപ്പണം പൂങ്കാവനം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കോട്ടശ്ശേരി മേൽപ്പാലം വഴി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തി. കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച നടന്നു. പൂങ്കാവനം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിലൂടെ കോട്ടശ്ശേരി മേൽപ്പാലം വഴി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ തിരുമുൽക്കാഴ്ച എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി തിരുമുൽക്കാഴ്ചയ്ക്ക് കൊഴുപ്പേകി. നിരവധി ആളുകളാണ് തിരുമുൽക്കാഴ്ച സമർപ്പണത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ കടയങ്ങൻ തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തലക്കാനം രാജൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ കടയങ്ങൻ തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തലക്കാനം രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയായവരും അമ്മമാരും ഒക്കെ ഒത്തുകൂടി നമ്മുടെ വിശേഷങ്ങളെല്ലാം, നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിയുകയാണ്. എന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിരക്ക് കാരണം കുറച്ചാളും മാറി നിൽക്കുന്നുണ്ടാവും. കുറച്ചാൾ നമ്മുടെ ഇവിടെ വന്ന് അല്ലെങ്കിൽ കുറച്ചിരുന്ന് പോകുക എന്നൊക്കെ മനസ്സ് കൂട്ടി വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗമം നടക്കുന്നത്. തറവാട് കമ്മിറ്റി പ്രസിഡന്റ് പ്രതീശൻ കടയങ്ങൻ അധ്യക്ഷനായി. നിതീഷ് കടയങ്ങൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് മുരളി മടിയൻ, നാദക്കോട്ട് കഴകം ഭാരവാഹി സന്തോഷ് മടിക്കൈ, ചന്ദ്രൻ അരീക്കര, K മിനി കാഞ്ഞങ്ങാട് സൗത്ത്, സൗമ്യ സജീവ്, മധു കടയങ്ങൻ മുണ്ട്യാനം എന്നിവർ സംസാരിച്ചു. തുടർന്ന് തറവാട് കാരണവന്മാരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെയും ആദരിച്ചു. ബാലകൃഷ്ണൻ ചാളക്കടവ് സ്വാഗതവും ജയേഷ് മടിക്കൈ നന്ദിയും പറഞ്ഞു. തുടർന്ന് തറവാട്ടംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാസർഗോഡ് സ്ത്രീകളെ ഉപയോഗിച്ച് കാറിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വിരാജ്പേട്ട സ്വദേശി AK ആബിദിനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് വർക്കാടി KCB ഓഫീസിൽ കയറി യുവാവിന്റെ നഗ്നതാ പ്രദർശനം. ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്തു മാറ്റിയതായും സ്റ്റാഫുകളെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചതായും പരാതി. കാട് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടത് നിറഞ്ഞ മദ്യക്കുപ്പികൾ. പടന്നയിലാണ് സംഭവം. മദ്യം പിന്നീട് ഒഴുക്കിക്കളഞ്ഞു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. KSBU CITU കാസർഗോഡ് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം 22, 23 തീയതികളിൽ. അഗ്നികണ്ഠാകർണൻ തെയ്യത്തിന്റെ പുറപ്പാട് 23-ന് പുലർച്ചെ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.